നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ഗവർണർമാരുടെ നടപടിക്ക് തടയിട്ട സുപ്രീം കോടതി വിധി ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള താക്കീത് കൂടിയാണ് വിധി. കേരളത്തിലെ തന്നെ 23 ബില്ലുകൾ ഗവർണർ പിടിച്ചുവച്ചു. ബില്ലുകൾ മുറുകെ പിടിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സമീപനമാണ് ഗവർണർമാർ ചെയ്യുന്നതെന്നും പി രാജീവ് പറഞ്ഞു. നിയമസഭയാണ് നിയമം പാസാക്കുന്നത്. നിയമസഭയെ പാസാക്കുമ്പോൾ നിയമത്തിന് ഭരണഘടനാപരമായ സാധുതയുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം പരിശോധിക്കാൻ സാധാരണഗതിയിലുള്ള അധികാരം നീതിന്യായ സംവിധാനത്തിനാണ്. പാസാക്കി കഴിഞ്ഞാൽ ഗവർണർക്ക് ഒപ്പിടാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്കകത്ത് ഇന്ന അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. തിരിച്ചയച്ചു കഴിഞ്ഞാൽ നിയമസഭ അത് ചർച്ച ചെയ്ത് വേണമെങ്കിൽ അത് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ തിരിച്ചു വീണ്ടും ഗവർണർക്ക് അയക്കാം. അത് നിയമസഭ വിൽ ഓഫ് ദ ഹൗസ് ആണ്. സഭയുടെ ആ വില്ലാണ് അതിനകത്ത് പ്രകടിതമാകുന്നത്. അത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവർണറിന് മുൻപിൽ മറ്റു മാർഗങ്ങളില്ല, ഒപ്പിടുക മാത്രമേ മാർഗമുള്ളൂ. അത് വച്ച് വീട്ടുക എന്നതാണ് സ്വീകരിച്ചത്. അപ്പൊ അതിനും 1 മാസം, സാധാരണ ബില്ലുകൾക്ക് 3 മാസം. അത് വളരെ നല്ല നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് ഇത്തരം ബില്ലുകൾ വീണ്ടും അയച്ച് തെറ്റായി എന്നുള്ളതും വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചത്. ഒരു ഗവർണർക്കും ഇനി ചട്ടുകമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ അഡ്വൈസ് അനുസരിച്ച് സഹായിക്കുക എന്ന കർത്തവ്യമാണ് ഗവർണർ നിർവഹിക്കേണ്ടതെന്ന ഭരണഘടനയുടെ അന്തസത്ത പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്.